നോക്ക് ചുമ്മാ. മണം ഉണ്ടോ നോക്കൂ, മീറ്റിന്റെ വല്ല മണം ഉണ്ടോ നോക്കൂ. കഴിച്ചു നോക്ക്. അല്ല എനിക്ക് വേണ്ട സൂര്യ, ഇത് എനിക്ക് ഭയങ്കര പേടിയാവുന്നത് കണ്ടിട്ട്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. എനിക്ക് മാത്രമല്ല, നിനക്ക് ഇവൾക്ക് വലിയ എക്സൈറ്റിംഗ് അല്ല, പക്ഷെ എനിക്കും അമ്മയ്ക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു വ്ളോഗാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാംഗ്രൂ ട്രൈ ചെയ്യാൻ പോവാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചത് ഒരു ചെറിയൊരു ബിസ്ക്കറ്റിന്റെ മേളിൽ, ഒരു ക്രാക്കറിന്റെ മേളിൽ വെറുതെ റോ കാംഗ്രൂ വെച്ചിട്ടുള്ള ഒരു മീറ്റ് ആയിരുന്നു ഞാൻ കഴിച്ചത്. ഇന്ന് അമ്മ നോക്കിയിരിക്കും, പക്ഷെ ഇന്ന് ഞാനായിരിക്കും ഷെഫ്. അപ്പൊ ഞാൻ നമ്മുടെ കേരള സ്റ്റൈലില്, നല്ല കേരള തനിമയിൽ നല്ല അടിപൊളി കാംഗ്രൂ കറി ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഇനി നമുക്ക് ആദ്യം പോയി കാംഗ്രൂ വാങ്ങിക്കാം. ഇവിടെ ഈ എക്സോട്ടിക് മീറ്റ്, അതായത് ഈ വെനിസൺ അല്ലെങ്കിൽ വേറെന്താ കാംഗ്രൂ, ക്രോക്കഡൈൽ, അങ്ങനത്തെ സാധനത്തിനൊക്കെ ഗെയിം മീറ്റ്സ് എന്ന് പറയുന്നത്. ഗെയിം ഇതുണ്ടോ അവൈലബിൾ ഫ്രം ദ ഫ്രീസർ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഈ ഗെയിം മീറ്റ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നത്. ക്രോക്കഡൈൽ, ഗോട്ട്, കാംഗ്രൂ, വെനിസൺ, എമു, ബീഫ്, പശു പോലത്തെ ഒരു സാധനല്ലേ, എനിക്കറിഞ്ഞൂടാ. റാബിറ്റ്. ഇവിടെ കാംഗ്രൂ കിട്ടുമോ നോക്കാം. Kangaroo rum. I don't know if you buy the kangaroo rum. Kangaroo sausage ഉണ്ട്, crocodile tail fillets ഉണ്ട്. ക്രോക്കഡൈൽ ചിക്കനോ അല്ലേ? എന്നാ ക്രോക്കഡൈലോടെ ഉണ്ടാക്കിയാലോ? ഇന്ന് ക്രോക്കഡൈലോടെ ഉണ്ടാക്കാം. ഞാനൊന്നും കഴിക്കില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ എടുക്കാൻ പോകുന്നത് കാംഗ്രൂ റം. നമുക്കിത് എടുക്കാം. ഇത് പക്ഷെ ഫ്രോസൺ ആണല്ലോ. ഫ്രോസണാ? അത്ര മതിയാ? ഇത്ര വേണോന്നാ ഞാൻ ആലോചിക്കണേ. ദിവസം കഴിച്ചല്ലേ. ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലാവുന്ന കണ്ടറിയാം. പക്ഷെ ഇതാണ് ഇവിടുത്തെ മീറ്റ് കളക്ഷൻ. ബീഫ് ചീക്സ്. ഇത് നമ്മൾ ആക്ച്വലി കഴിച്ചിട്ടുണ്ട്, ഓർക്കണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഇതൊക്കെയാണ് കോൾഡ് കട്ട് മീറ്റ്സ്. ഇത് ഇവിടെ സാധാരണ ആൾക്കാർ ഈ ബ്രെഡിന്റെ ഇടയിൽ ഈ സലാമി ഒക്കെ വെച്ച് ബ്രെഡും റാപ്പിന്റെ ഇടയിൽ വെക്കാറുണ്ടല്ലേ. പിസ്സയിലും വെക്കും. സാധാരണ ഇപ്പൊ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ സലാമി ഒരെണ്ണം, ഈ ചില്ലി സലാമി ഒരെണ്ണം ഒരു പാക്ക് വാങ്ങിച്ചിട്ട് ബ്രെഡിന്റെ ഇടയിൽ ഒരു സ്ലൈസ് ചീസ് വെക്കുക, സലാമി വെക്കുക, കുറച്ച് ഒലിവ് ഓയിൽ വെക്കുക, കഴിക്കുക. യം. ഇതാണ് എയർ ഡ്രൈഡ് ബീഫ് ജേർക്കി. ഞാൻ എന്റെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾക്കടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൾസില്, ഞാൻ വൂളീസിൽ പോയപ്പോ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബീഫ് ജേർക്കിയുടെ ഒരു പാക്കറ്റ്. ഗൈസ്, നാട്ടിൽ നിന്ന് അല്ല, ഓസ്ട്രേലിയയിൽ നിന്നോ അല്ലെങ്കിൽ കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ UK എന്നോ നാട്ടിലേക്ക് പോകുന്നവര് എന്തായാലും ഈ ചോക്ലേറ്റ് വാങ്ങിച്ചു നാട്ടിലത്തെ. ഓസ്ട്രേലിയയിൽ കിട്ടുന്ന എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എന്റെ മാമേനെ കൊണ്ട് UK കൊണ്ടുവരുത്ത ചോക്ലേറ്റ് ആണ്. അപ്പാരന്റ്ലി മാമേ സോറി, ഇത് ഇവിടെ കിട്ടുന്നത്. ഇതെന്താ ഗൈസ്, ഇത് നോക്ക്, നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? തേൻ വിത്ത് ദ എന്താ ഹണികോം, ആക്ച്വൽ ഹണികോം എലിക്സ്. ഇതൊക്കെ വാവ്, ഇതൊക്കെ ഇതെന്തത്? ഇതില് തേനീച്ച ഉണ്ടാവോ? ബീന്റെ കാലാണോ അത്? ചില്ലി ഓയിൽ. ഇവിടെ നമ്മൾ നേരത്തെ വരാത്തത് ബേബി. ഇവിടെ നമ്മൾ നേരത്തെ വരാത്തതിൽ ഖേദിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ വിയേർഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ എന്തായാലും സാധനം വാങ്ങിച്ചു. ഞാൻ ഇത് വാങ്ങിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ വില എത്രയാണ്. ഇതിന് $1 കിലോന് $50 അല്ല $41 1 കിലോ കാംഗ്രൂ റംപിന്. അപ്പൊ നാട്ടിലത്തെ നിയർലി ഒരു 3000 രൂപയുണ്ട് ഇതിന്റെ 1 കിലോ സാധനത്തിന്. അപ്പൊ നമ്മളിപ്പോ വാങ്ങിച്ചേക്കുന്നത് വെറും $1 കിലോ. ഇനി നമ്മൾ വീട്ടിൽ പോയി ഇതിന്റെ മസാല ഒക്കെ പുരട്ടി ഇതിനെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കി അമ്മു ട്രൈ ചെയ്യും. ഇല്ല, എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ കാംഗ്രൂവിന്റെ ഓർമ്മ വരും ഇത് കഴിക്കുന്നു. എനിക്ക് പാവം തോന്നുന്നു. പക്ഷെ എനിക്കിത് കാണുമ്പോ എങ്ങനെയെങ്കിലും ഇതിനെ കഴിക്കാൻ തോന്നും. കാരണം എനിക്ക് പുതിയ മീറ്റ് ട്രൈ ചെയ്യാനുള്ള ഒരു കൊതിയാണ്. ഞാൻ ആക്ച്വലി ഇവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ക്രോക്കഡൈലിന്റെ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായി റെസ്റ്റോറന്റിൽ പോയിട്ട്. ഞാൻ ശരിക്കും വിചാരിച്ചു ഭയങ്കര ഈ നമ്മുടെ ഗെയിമി ആയിട്ടുള്ള ടേസ്റ്റ്. നമ്മൾ ഈ എന്താ പറയാ, ലാമ്പ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വരാറില്ലേ, ഞാൻ അങ്ങനത്തെ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചു. പക്ഷെ ക്രോക്കഡൈൽ ടെയിൽ ശരിക്കും ചിക്കന്റെ ടേസ്റ്റാണ്, ശരിക്കും ചിക്കന്റെ. സത്യമായിട്ടും ഒരു ദിവസം ഞാൻ എനിക്കത് ഉണ്ടാക്കിയത്, എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ ക്രോക്കഡൈൽ ടെയിലാന്ന് പറയൂല. അപ്പൊ
എന്തായാലും നിങ്ങൾ വീഡിയോന്റെ അവസാനം വരെ കാണാം. അമ്മ കഴിക്കൂല്ലേ നമുക്ക് അപ്പറയാം. അമ്മ കഴിക്കില്ല എന്നാ പറഞ്ഞത്, പക്ഷെ എന്റെ കുക്കിംഗ് സ്കിൽസ് കാരണം ചിലപ്പോ അമ്മ കഴിച്ചാലും പറയാൻ പറ്റില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. യെസ്, അങ്ങനെ നമ്മൾ മച്ച് എവേറ്റഡ് ആയ കാംഗറു കാംഗറു ഇരുത്തി പൊരിച്ചതല്ല, ഇരുത്തി പൊരിച്ചത്. കാരണം നമ്മള് ഞാനൊരു പ്രത്യേക ടെക്നിക്കിലാണ് ഞാൻ ഇത് കുക്ക് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് ട്രൈ ചെയ്യാൻ എന്തായാലും പറ്റില്ല. വേറെ വല്ല ഇറച്ചിയൊക്കെ വെച്ച് ട്രൈ ചെയ്തോ. എന്നാലും നൈസ് റെസിപ്പിയാ. എന്താന്നല്ലോ അറിയോ ചെയ്യാൻ പോകുന്നത്? നൈസ് റെസിപ്പി അറിയണ്ടോ? ഒരു ഐഡിയ ഇല്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇന്ത്യൻ ക്വിസീനില് അല്ല, കേരള ക്വിസീനിൽ തന്നെ എടുക്കാം. ഈ 5-6 പൊടികൾ അല്ലാണ്ട് നമ്മൾ വേറെ എന്താ എക്സ്ട്രാ ചേർക്കാറ്? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയല്ലേ ചേർക്കുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ മീറ്റ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതിലാണ് എല്ലാം സീക്രറ്റ് ഇരിക്കുന്നത്. ഇത് കണ്ട, ഞാൻ ഓസ്ട്രേലിയയിൽ വരുന്നവരെ ഒരിക്കലും ആരും മീറ്റ് പാലില് മുക്കി ഞാൻ കണ്ടിട്ടില്ല. അമ്മ 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 പറ, ഇതൊന്ന് മണത്തോക്കേ, മണത്തോക്കെ ചുമ്മാ. ഇനി ഇത് കൊച്ചു നീ മണക്കണം. ഇത് ഇവിടുത്തെ ട്രഡീഷനാ. മണക്കണം, മണത്തോക്കേ. വല്ല മീറ്റിന്റെ വല്ല മണം ഉണ്ടോ നോക്കൂ, മീറ്റിന്റെ വല്ല മണം ഉണ്ടോ നോക്കൂ. ഗൈസ്, ഇവര് ചുമ്മാ ഓവർ റിയാക്ട് ചെയ്യാ. അങ്ങനത്തെ പാല് ഒഴിച്ചു കഴിഞ്ഞാ ഈ മണവും പോവും, മീറ്റ് കുറച്ച് ടെൻഡറും. അപ്പൊ ഞാൻ ഇനി ഈ മീറ്റൊക്കെ കഴുകിയിട്ട് വരാം. ഓക്കെ, ഇതാണ് ഒറിജിനൽ. ഇതല്ല ഒറിജിനൽ മീറ്റിന്റെ കളറ്. ഇതിപ്പോ മീറ്റ് കുറച്ചുകൂടി എന്താ പറയുക, ഈ കളറൊക്കെ ഇളകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിങ്ങനെ ഡാർക്ക് റെഡ് കളറായിരുന്നു, ഈ ഒരു കളറായിരുന്നു. എനിക്ക് മീറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് ഇതിനെക്കാളും ഈ മീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നതിനേക്കാളും എക്സൈറ്റ്മെന്റ് ഇത് അമ്മ കഴിച്ചിട്ട് അമ്മയുടെ റിയാക്ഷൻ കാണാൻ. ഞാനിപ്പോ ഇതുവരെ എക്സോട്ടിക് ആനിമൽസ്, എന്തൊക്കെ എക്സോട്ടിക് അതറിഞ്ഞ എക്സോട്ടിക് സാധാരണ ഇപ്പൊ എല്ലാവരും ബീഫും ചിക്കനും ലാമ്പൊക്കെ കഴിക്കുന്നതല്ലേ, ഫിഷൊക്കെ. ഞാൻ എക്സോട്ടിക് ആയിട്ട് കഴിച്ചെടുക്കുന്നത് അപ്പൂപ്പൻ നമുക്ക് വേണ്ടി ആമയിറച്ചി. നമ്മുടെ ഒരു പറമ്പ് ക്ലീൻ ചെയ്തപ്പോ അവിടെ നിന്ന് ഒരു ആമയെ കിട്ടി. അപ്പൊ ക്ലീൻ ചെയ്ത ആള് തന്നെ ആമ ക്ലീൻ ചെയ്ത് തന്നു. നമ്മള് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിച്ചു. പരിസ്ഥിതി ഇപ്പൊ ഗൈസ്, ഞാൻ ഇനി കുക്കറിലേക്ക് ഇപ്പൊ മീറ്റ് ഇട്ടു. മീറ്റിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടിയില്ല, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, ജീരകം, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റോടെ ഇട്ട് ഞാനിത് അടച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ച് കുക്കറിൽ ഒരു 40 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്യാൻ പോവാം. കുക്കറിലെ കാംഗറു വേവുന്ന സമയം കൊണ്ട് ഞാൻ വെച്ചു നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാമെന്ന്. ഞാനിപ്പോൾ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട് 2 ആഴ്ച. ഞാൻ യൂട്യൂബ് ജേർണി ഒരിക്കലും തുടങ്ങൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഭാര്യ, എൻ്റെ പ്രിയപ്പെട്ട അമ്മു കാരണം നമ്മളിപ്പോൾ യൂട്യൂബ് കരിയർ, നമ്മുടെ യൂട്യൂബ് കരിയർ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, നമ്മുടെ യൂട്യൂബ് ജേർണി. കാരണം നമ്മൾ രണ്ടുപേരും പേഴ്സണലി ഒരുപാട് സംസാരിക്കാനും ആൾക്കാരായിട്ട് ഇടപഴകാനും ട്രാവൽ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾക്കിപ്പോൾ യൂട്യൂബ് നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ. അപ്പൊ നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 ആഴ്ച 163 സബ്സ്ക്രൈബേഴ്സായി. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിനെ പറ്റി പറയാൻ വേണ്ടിയല്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും നമുക്ക് തരുന്ന സപ്പോർട്ട്, നമുക്ക് തരുന്ന സ്നേഹം, വി റിയലി അപ്രീഷിയേറ്റഡ്. വി റിയലി ഹോപ്പ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇനി കാണാൻ ആഗ്രഹമുള്ളത് എന്താന്ന് നിങ്ങൾ കമന്റ് ചെയ്താലേ നമുക്കറിയുള്ളൂ നമ്മൾ ഇനി അടുത്തത് എന്താ ഇടേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഡെയിലി നമ്മളെ ലൈഫിൽ സംഭവിക്കുന്ന, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു രസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കമന്റ് അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തത് നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് തിരിച്ചു. ഞാൻ ഉള്ളിയും തക്കാളി വഴറ്റി കഴിഞ്ഞു. കുക്കറിൽ ഇപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 5-6 വിസിലടിച്ചു. അപ്പൊ കാംഗറു ഇപ്പൊ റെഡി ആയി കാണണം. എന്നാലും എനിക്ക് ഇപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ഇതിൽ പ്രഷർ ഉണ്ട്. അപ്പൊ ഇതാണ് ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, മസാല ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇത് ബ്രൗൺ ആയ സ്ഥിതിക്ക് ഈ മസാലക്കൂട്ട്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, വറ്റൽമുളക്, ചില്ലി ഫ്ലേക്സ്, കൊറിയാൻഡർ പൗഡർ, ഗരം മസാല, എല്ലാരും ഉണ്ട്,
ഇത് കുറച്ച് മീറ്റ് മസാലയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കറി ബേസ് റെഡിയാക്കി. ഞാൻ അപ്പോൾ കുറച്ചുകൂടി കട്ടി കൂട്ടാൻ വേണ്ടി കുറച്ച് ക്രീം ഒഴിച്ചു, കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഈ കുക്കറിലുള്ള നമ്മുടെ കാംഗ്രൂവിലെ ബ്രോത്ത് ഉണ്ടല്ലോ, അതും ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒഴിക്കും. ഇത് ഈ കുക്കറോടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡി. അപ്പോൾ ഞാൻ ഇനി അടുത്തത് ആ കുക്കറൊന്ന് തുറക്കട്ടെ. അതാ ഗൈസ്, ഇതാണ് നമ്മുടെ കങ്കാരുവിൻ്റെ അവസ്ഥ. ഓ ഗൈസ് നോക്കൂ, ദേ കണ്ട തൊടുമ്പിളിക്ക് ദേ അലിഞ്ഞു പോകുന്നുണ്ട, നൂല് പോലെ വിട്ടു വന്നുണ്ട. ഇപ്പൊ ഗൈസ് ഞാൻ ഇനി അടുത്തത് ലാസ്റ്റ് ബെറ്റാണ്. ഞാനിനി ഈ മീറ്റ് ഒന്ന് കട്ട് ചെയ്യാണ്ട് ഞാൻ ഈ മീറ്റ് എടുത്ത് ഈ ഗ്രേവിയിലേക്ക് ഇടാൻ പോവാം, നമ്മുടെ ബേസിലേക്ക്, കറി ബേസിലേക്ക്. ജെന്യുവൻ ആയിട്ട് റിയാക്ഷൻ പറഞ്ഞാ. ഓ സൂപ്പർ ആണല്ലോ, കണ്ടിട്ട് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കാണിച്ചു കൊടുക്കുക ആൾക്കാർക്ക് എങ്ങനെ കഴിക്കണ്ടേ. ഓ നല്ല പ്രസന്റേഷൻ കേട്ടോ. നോർമൽ കഴിക്കണ പോലെ തന്നെ ഉണ്ട്. ചിക്കൻ അല്ല, ബീഫിന്റെ ഒക്കെ ഒരു ഇത്. നൂല് സോഫ്റ്റ് ആണോ? നൂല് പോലെയാണ്. നല്ലതാ, നല്ല ബീഫൊക്കെ കഴിക്കണ പോലെ, അതായത് വേറെ നമുക്കൊരു പ്രത്യേകതയും തോന്നാനില്ല. അപ്പൊ സക്സസ്ഫുൾ ആണോ? സക്സസ്. നീ ഒന്ന് ട്രൈ ചെയ്യണ്ട. എനിക്കിഷ്ടായി. നല്ല അമ്മു കഴിച്ചു നോക്ക്, നല്ലതാ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മള് ചിക്കനൊക്കെ കഴിക്കില്ല. അല്ല, ചിക്കന്റെ ടേസ്റ്റ് അമ്മു ചിക്കൻ പോലെയാ. ഓ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വന്നിട്ട് പോയില്ലേ, ഇപ്പൊ എല്ലാവരും നാട്ടിലത് ഇപ്പൊ ചോദിച്ചു കങ്കാരുവിനെ കണ്ടോന്നു. ഇപ്രാവശ്യം എല്ലാരും വീട്ടിൽ പോയി ട്രൈ ചെയ്യാ, സ്ലോ കുക്ക് ചെയ്യാ. നമ്മുടെ സാധാരണ ഉള്ള നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്ന ഗ്രേവി ഉപയോഗിച്ച് ഈ സംഭവം കഴിക്കാം. നാട്ടിലുള്ളവര് എന്ത് ചെയ്യും? പക്ഷെ നാട്ടിലുള്ളവര് ചിക്കൻ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം.